ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ഇന്നലെ 80,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഭക്തജന തിരക്കാകും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സ്വാമി ശരണം. എങ്ങനെ ഇന്നത്തെ തിരക്ക്? സ്വാമിശരണം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് തുടരുന്നത്. പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം അയ്യനെ ദർശിക്കാനായി സന്നിധാനത്തേക്ക് എത്തുന്നു. നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ 80,000-ഓളം ഭക്തജനങ്ങളാണ് അയ്യപ്പ സന്നിധിയിലേക്ക് ദർശനത്തിനായി എത്തിയത്. ഇന്ന് ഇതുവരെ 20,000-ലധികം തീർത്ഥാടകർ നടപ്പന്തൽ വഴി സന്നിധാനത്തേക്ക് എത്തി എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ ഉണ്ട്. നേരിയ ഒരു മഴ സന്നിധാനത്ത് ഇടവിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ തീർത്ഥാടക തിരക്കിനെ ബാധിക്കുന്നില്ല. 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള അവസരം. ആ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞ ദിവസം തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അത് പൂർണ്ണമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണമാണ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ 4,000-നും 5,000-നും ഇടയ്ക്ക് തീർത്ഥാടകരായിരുന്നു ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നതെങ്കിൽ ഇത്തവണ അത് 10,000-ലേക്ക് എത്തുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 10,000-ന് മുകളിലേക്ക് ആ തീർത്ഥാടകരുടെ തിരക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലേക്ക് പോകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ 12 വിളക്കിന് ശേഷം ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സാധാരണ ഉണ്ടാകാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഇത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇടവരുത്തിയിരുന്നു. മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. ആ സമയത്ത് പോലീസ് ഏർപ്പെടുത്തിയ ചില പരിഷ്കാരങ്ങൾ, അത് തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ തന്നെ അതിനെ വിളിക്കേണ്ടി വരും. ആ പരിഷ്കാരങ്ങൾ മൂലം പമ്പയിലും നിലയ്ക്കലും എരുമേലിലും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ മണിക്കൂറുകളോളം തീർത്ഥാടക വാഹനം പിടിച്ചിടേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ആ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള കൃത്യമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. ശരാശരി 80,000-ഓളം തീർത്ഥാടകർ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 12 വിളക്ക് ആകുകയാണ്. എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ഇനിയും തിരക്ക് മലയാളികൾ അടക്കമുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്ന തീർത്ഥാടകരുടെ പരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആവശ്യം ഭക്തജന സംഘടനകൾ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇതുവരെയും അതിന് അനുകൂലമായ ഒരു തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നിലവിൽ 90,000 പേർക്ക് ഒരു ദിവസം ദർശനം നടത്താനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതായത് 80,000-ഓളം തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 10,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും അങ്ങനെ 90,000 തീർത്ഥാടകർക്ക് ഒരു ദിവസം ശബരിമല ദർശനം നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആ ഒരു രീതിയിലേക്ക് എത്താൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞിട്ടില്ല. എന്തായാലും പടി കയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലടക്കം വർധനയുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി വിശദമായി ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് ദേവസ്വം ബോർഡ് എടുക്കും എന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരാശരി 80,000-അധികം ഭക്തജനങ്ങൾ വന്ന ദിവസങ്ങളുണ്ട്. അത് 2 ദിവസങ്ങളിലായിരുന്നു 80,000-അധികം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയത്. എന്തായാലും മാലയിട്ട് വരുന്ന ഒരു ഭക്തർക്കും തിരിച്ച് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുന്ന ഒരു സാഹചര്യം അത് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തിരക്ക് നിയന്ത്രിക്കുന്നതിനടക്കം കൃത്യമായ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ ഈ മഴയുണ്ടാകുന്ന സമയത്താണ് വിരിവെക്കുന്നതിനടക്കമുള്ള പ്രശ്നങ്ങളുള്ളത്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന വലിയ നടപ്പന്തലിന് മുകളിലൊക്കെ തന്നെ കൃത്യമായി വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ തന്നെ അതൊക്കെ തന്നെ തീർത്ഥാടകർക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊക്കെ തന്നെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രതിസന്ധിയൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതെ.